വെൽക്കം ടു സിജി ടോക്സ്. നമ്മൾ ഇതുവരെ ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചും അതിൽ ഹിമാലയ പർവ്വതം, ഉത്തരേന്ത്യൻ സമതലം, അങ്ങനെയുള്ള മേഖലകളുടെയൊക്കെ ഭൗതികവും സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നോക്കിയത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്ററായ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന ഭാഗമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ആ ഭൂപടം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ അതിൽ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ഒരു ത്രികോണ സമമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ വിശാലമായിട്ടുള്ള പ്രദേശങ്ങളും പിന്നെ അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും പിന്നെ ആഴം കുറഞ്ഞ താഴ്വരകളും പിന്നെ വൈവിധ്യമാർന്നിട്ടുള്ള നൈസർഗിക സസ്യജന്തുജാലകങ്ങളും അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗം, അതായത് 3/4 ഭാഗവും ഉൾക്കൊള്ളുന്നു എന്നാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതികവും വൈവിധ്യവും അതുപോലെ അതിൻ്റെ വിഭവ അടിത്തറയും അതിൽ ഇന്ത്യയിൽ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പീഠഭൂമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ചുറ്റുപാടിൽ നിന്ന്, മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലവുമായിട്ടുള്ള ഉപരിതലത്തോടു കൂടിയിട്ടുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റുള്ള ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും കുറച്ചും കൂടി ഒന്ന് നിരപ്പായതും പിന്നെ അതുപോലെ അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയിട്ടുള്ള പ്രദേശങ്ങളെയാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. അവിടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പീഠഭൂമികളെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. 1 പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, 2 പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, 3 വൻകര പീഠഭൂമികൾ. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായുള്ള ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന് വിളിക്കുന്നത്. അതിൽ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പീഠഭൂമികളെ പൊതുവെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ. ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിൻ്റെ ഒരു ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളാകുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഉപദ്വീപീയ പീഠഭൂമി അതിൻ്റെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ 2 വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. 1 ഡക്കാൻ പീഠഭൂമി, 2ാമത് മധ്യ ഉന്നത തടം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതാണ് ഇനി കൂടുതലായിട്ട് ഇനി നോക്കാൻ പോകുന്നത്. ഡക്കാൻ ഭൂമിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ടാണ് സത്പുര പർവ്വതത്തിന് തെക്കുള്ള ഒരു വിശാല പീഠഭൂമി പ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ട് സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിരകൾ, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകളാണ് ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകൾ എന്ന് പറയുന്നത്. ഡക്കാൻ ഭൂമിയുടെ വടക്കേ അതിരുകൾ എന്ന് പറയുന്നത് സത്പുര പർവ്വതം, മൈക്കല നിരകൾ, മഹോദിയ കുന്നുകൾ. അപ്പം
ഇതിൽ തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേര് ഉണ്ടായത്. തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേര് ഉണ്ടായത്. അപ്പോൾ അതിൽ ദശലക്ഷ വർഷക്കണക്കിന് മുൻപ് തന്നെ ലാവ ഒഴുകി പരന്നുണ്ടായിട്ടുള്ള ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയിട്ടുള്ള ഓരോ ശിലകളാണ് ഡക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത്. അപ്പോൾ ദശലക്ഷ വർഷക്കണക്കിന് മുൻപുള്ള ലാവ ഒഴുകി പരന്നുണ്ടായിട്ടുള്ള ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരൽ രൂപ ശിലകൾ, ആ ശിലകളാണ് ഡക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകിയത്. അതിൽ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ നമ്മൾ ഡക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ മേഖലയെ നമ്മൾ ഡക്കാൻ ട്രാപ്പ്, അതായത് ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളിൽ നിർമ്മിതമാണ്. ഈ മേഖലയെ നമ്മൾ ഡക്കാൻ ട്രാപ്പ് എന്ന പേരിലും അറിയുന്നുണ്ട്. ഇനി ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണ്. അപ്പോൾ അതിൽ ആ മണ്ണിനെ നമ്മൾ റിഗർ മണ്ണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള മണ്ണാണ് റിഗർ മണ്ണ്. അപ്പോൾ അത് വേനലിലും കാർഷിക വിളകൾക്കൊക്കെ സംരക്ഷണമുണ്ട്. വേനൽക്കാലത്തും കാർഷിക വിളകൾക്കൊക്കെ അത് സംരക്ഷണം നൽകുന്നു. റിഗർ മണ്ണ് പരുത്തി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത്. റിഗർ മണ്ണ് കറുത്ത മണ്ണാണ്, ഫലഭൂയിഷ്ഠമാണ്, ജലസംഭരണ ശേഷിയുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തൊക്കെ കാർഷിക വിളകൾക്ക് ഏറെ സഹായമാകുന്ന ഒരു മണ്ണാണ്. പരുത്തി കൃഷിയാണ് അതിനാണ് ഏറെ പ്രയോജനപ്രദമായ രീതിയിൽ ഈ മണ്ണ് സാധിക്കുന്നത്. അപ്പോൾ ഈ റിഗർ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയിട്ടുള്ള ധാതു ലവണങ്ങളൊക്കെ ഈ റിഗർ മണ്ണിൻ്റെ ഒക്കെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡക്കാൻ പീഠഭൂമിയുടെ ചെറിയൊരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ട് സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ് നമ്മൾ ഡക്കാൻ പീഠഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത്. പിന്നെ അതുപോലെ ലാവ ഒഴുകി പരന്നിട്ടുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. പിന്നീട് ഈ ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ ഡക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ്. ആ കറുത്ത മണ്ണ് റിഗർ മണ്ണ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഫലഭൂയിഷ്ഠവും അതുപോലെ ജലസംഭരണ ശേഷിയുമുള്ള ഒരു മണ്ണാണ് റിഗർ മണ്ണ്. കൂടുതലും അവിടെ പരുത്തി കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. റിഗർ മണ്ണിനെ നമ്മൾ കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി അവിടെ സഹ്യപർവ്വത നിരകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സഹ്യപർവ്വത മേഖല. നമ്മുടെ കാലാവസ്ഥയിലും അതുപോലെ ജലവൈവിധ്യത്തിലൊക്കെ ജൈവ വൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സഹ്യപർവ്വത മേഖലയ്ക്ക് ഉള്ളത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ ഈ സഹ്യപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക് ഈ മലനിരയിലാണ്. ഈ മലനിര, അതായത് സഖ്യപർവ്വത മലനിരയാണ് ഡക്കാൻ പീഠഭൂമിയുടെ
പടിഞ്ഞാറൻ അരിക് എന്ന് പറയുന്നത്. പിന്നെ വടക്കു നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം എന്ത് ചെയ്യുന്നു, കൂടി വരുന്നുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി അതിൽ പറയുന്നുണ്ട് 2695 മീറ്ററാണ്. അപ്പോൾ ഇതിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഉപദ്വീപീയ ഇന്ത്യയിൽ. അപ്പോൾ ആ ആനമുടി എന്ന് പറയുന്നത് പശ്ചിമഘട്ട ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളൊക്കെ ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നീലഗിരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അത് സഹ്യാദ്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ തന്നെ അതിൽ ഉൾപ്പെടുന്ന ദൊഡബെട്ട 2637 മീറ്ററുള്ള ഈ കൊടുമുടി, അത് ആ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിലയിൽ തന്നെ അതിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. ഇതിൽ മധ്യ ഉന്നത തടത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ 2 വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഡെക്കാൻ പീഠഭൂമി, പിന്നെ മധ്യ ഉന്നത തടം. അപ്പോൾ അതിൽ സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള ഒരു വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന പേരിലും ഈ പ്രദേശത്തെ അതായത് മധ്യ ഉന്നത തടത്തെ അറിയപ്പെടുന്നുണ്ട്. അതിൽ പടിഞ്ഞാറേ അരിക് എന്ന് പറയുന്നത് അരാവലി പർവ്വതനിരയാണ്. പിന്നെ ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് അരാവലി നിര എന്ന് പറയുന്നത്. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു അത് അരാവലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് അബു ആണ്. അപ്പോൾ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത് സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അപ്പോൾ മാൾവ പീഠഭൂമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പടിഞ്ഞാറേ അരിക് എന്ന് പറയുന്നത് അരാവലി പർവ്വതമാണ്. അതിൽ ദീർഘകാലമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്നിട്ടുള്ള മടക്ക് പർവ്വതങ്ങൾ അഥവാ അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്കൊക്കെ ഉദാഹരണമാണ് അരാവലി നിര. അപ്പം അതിൽ പ്രധാനപ്പെട്ട മലയോര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു അത് അരാവലി നിലയിലാണ്. ഇനി അവിടെ ഒരു ചെറിയൊരു ഭാഗം പറയുന്നുണ്ട്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി മധ്യ ഉന്നത തടത്തിൻ്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതിൽ രാജ്മഹൽ കുന്നുകൾക്കൊക്കെ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു വിഭവ കലവറയാണ്. അതിൽ ലോഹധാതുക്കളായിട്ടുള്ള ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ്, അതുപോലെ അലോഹധാതുക്കളായിട്ടുള്ള ചുണ്ണാമ്പ്, കൽക്കരി, അങ്ങനെയൊക്കെ ഈ അലോഹധാതുക്കളും ലോഹധാതുക്കളൊക്കെ ഈ മേഖലയൊക്കെ എന്ത് ചെയ്യുന്നു, സമ്പന്നമാക്കുന്നുണ്ട്. അതുപോലെ ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഉപദ്വീപീയ പീഠഭൂമി എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിൽ പീഠഭൂമി എന്താണെന്ന് പറഞ്ഞു. പീഠഭൂമിയെ 3 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഈ ഉപദ്വീപീയ പീഠഭൂമി 2 വിഭാഗങ്ങളായിട്ട് ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്ന് പറഞ്ഞത് നമ്മൾ വിശദീകരിച്ച് പഠിച്ചു. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലുണ്ടാവും.